ചാംസും പെൻഡൻ്റൊക്കെ ഇട്ട് ചേർന്ന പെട്ടി എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ് നിങ്ങൾ ഈ കാണുന്നത്. 6000-7000 രൂപയുടെ സാധനമാണ് ഈ ചെതറി കിടക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ പേടി ഇതിനകത്ത് എന്തിൻ്റെങ്കിലും കല്ല് പോയിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. പക്ഷേ ഈ ഒരൊറ്റ ഒരെണ്ണത്തിന് മാത്രമേ പോയിട്ടുണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ 65 രൂപ അതേ കണ്ണി കൂടെ പോയി. അപ്പം ഇനി എന്തായാലും അത് നോക്കി വിഷമിച്ചിരിക്കാൻ സമയമില്ല. നമുക്കിതൊക്കെ ഒന്ന് അടുക്കി പറക്കി എടുത്ത് വെക്കണം. നമുക്കൊരു റീസ്റ്റോക്കിങ്ങിന് സമയമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ റീസ്റ്റോക്ക് ചെയ്യണ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് പാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. പലപ്പോഴും പല മുത്തുകളും ഞാൻ അടുക്കളയിലെ പ്ലേറ്റിലും ഗ്ലാസ്സിലുമാണ് ഇട്ട് വെക്കാറ്. പിന്നെ പ്ലേറ്റിനും ഗ്ലാസ്സിനൊക്കെ ആവശ്യം വരുമ്പോൾ അത് പതുക്കെ പേപ്പർ കവറിലേക്ക് മാറും. പിന്നെ ഈ പാത്രത്തിന് വേണ്ടി ഞാൻ കുറേ ടിക് ടാക്ക് വാങ്ങാറുണ്ട്. ഞാൻ വാങ്ങണ മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഈ പാത്രം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരും. അങ്ങനെ ഒരു വിധത്തിൽ ഇത്രയും പാത്രം നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മതിയോ എന്നുള്ളത് സാധനം വന്നേം പറയാം. അപ്പോൾ റീസ്റ്റോക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. പിന്നെ ഇവർക്കൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഷൗട്ട് ഔട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.